ഓണത്തിന് ഇന്ന് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട അതിഥികളുണ്ട്. വളരെ അവിചാരിതമായിട്ടാണ് കിട്ടിയതെങ്കിലും വളരെ കളർഫുള്ളായ രണ്ട് ആൾക്കാരാണ് എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നത്. ഞാൻ കിട്ടിയെന്ന് പറഞ്ഞ കേട്ടപ്പോൾ ഞാൻ വല പിടിച്ച് വല പിരിച്ച് കിട്ടി. ഏതാണ്ടൊരു വേട്ടക്കാരനെ പോലെ ഉണ്ട്. നമ്മൾ റോട്ടിൽ മൊത്തം തിരക്കാതിരിക്കുമ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് കൊണ്ട് പിന്നെ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ പഠിക്കുന്ന സമയത്താണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ എങ്ങോട്ടാണ് നോക്കണമെന്ന് അറിയില്ല. തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഓണം മത്തം തൊട്ട് തുടങ്ങും. ഇപ്പം എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഈ കുരവ് വിളിക്കുന്നത്. രാവിലെ 5 മണിക്ക് വന്നിട്ട് ഈ കുരവ് വിളിക്കുന്ന വിളികൾ എത്രത്തെ ആട്ടുകളുണ്ടെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി പോയാലും മാവേലി നമ്മുടെ നാട്ടുകാരനാണ് വിട്ടുകൊടുക്കണം. അല്ല, മാവേലി എൻ്റെ നാട്ടുകാരനല്ല, അയൽവക്കക്കാരനാണ്. തൃക്കാക്കരയാണ്, തൃപ്പൂണിത്തുറയ്ക്ക് അപ്പുറത്തുള്ള തൃക്കാക്കര. അപ്പൊ അത്തത്തിന്റെ ഈ കുരവ് വിളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാട്ട് മേളായി എൻ്റെ വീടിന് മുമ്പിലാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. കേരളത്തിലെ ഉത്സവം തുടങ്ങുന്നത് തൃപ്പൂണിത്തുറയിൽ, കേരളത്തിലെ ഉത്സവം അവസാനിക്കുന്നത് തൃശ്ശൂർ. ഇതെന്താ ഇപ്പം കോഴിക്കോട് സിനിമയുടെ കാര്യങ്ങൾ തീർന്നോ? ഷൂട്ട് കഴിഞ്ഞു? ഇന്ന് രാവിലെയാണ് തീർന്നത്. ഓണത്തിന് വീട്ടിലെത്താൻ പറ്റാത്തതിന്റെ ദുഃഖത്തിലായിരുന്നു. അതിപ്പോ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതിലൂടെ ഞങ്ങൾ പരിഹരിച്ചു. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് മാത്രമേ. ഈ ലാസ്റ്റ് ഷെഡ്യൂള് ഈ പടത്തിന്റെ എല്ലാം ഫുൾ നൈറ്റ് ഷൂട്ട് മാത്രമാണ്. ഉച്ചയ്ക്ക് ഉള്ള ഓണസദ്യ എല്ലാവർക്കും ക്യാരിയറിലാക്കി റൂമിലേക്ക് കൊടുക്കുകയായിരുന്നു. ഒറ്റക്കൊറ്റയ്ക്ക് ഇരുന്നിട്ടാണ് സദ്യ കഴിക്കേണ്ടത്. ഇപ്പൊ രവിയേട്ടോട് സംസാരിച്ചപ്പോൾ രവിയേട്ടൻ ഈ കേരള ഓണം, കർണാടക ഓണം, തമിഴ്നാട് ഓണം, ആന്ധ്ര ഓണം, തെലുങ്ക് ഓണം, സിനിമ അഭിനയം തുടങ്ങിയപ്പോഴും ഞാൻ തമിഴിലാണ് അഭിനയിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഓണം പണ്ടികയാന്ന് മനസ്സിലായത്. എനിക്ക് ആദ്യം എന്നപ്പാ ഓണം പണ്ടികയാണ്, എന്ത് പണ്ടിക. അത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിലായി. അവിടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് നമ്മൾ ഓണം തുടങ്ങുന്ന സമയത്തിന് 1 മാസം മുമ്പ് തുടങ്ങും. അടുത്ത ക്രിസ്മസ് വരെ ഉണ്ടാവും, ഡിസംബർ വരെ. ഡിസംബർ വരെ അങ്ങനെയുള്ള ആഘോഷങ്ങളിലാണ് മിഡിൽ ഈസ്റ്റിൽ വരുന്നത്. സോഹന്റെ ഇന്റർവ്യൂ കണ്ട സമയത്ത് മമ്മൂട്ടിയെ കുറിച്ചൊരു പടം എന്നൊരു പ്ലാൻ പറയുന്നുണ്ട്. അതിന്റെ ഒരു തിരക്കഥ എനിക്കും മമ്മൂക്കും അത്ര തൃപ്തിയായില്ല. ആ പരിപാടി നമ്മൾ വേണ്ട. രവിയേട്ടനെ കുറിച്ച് നമുക്ക് പറയാന്ന് വെച്ചാൽ ശിവാജി ഗണേശൻ മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാരെ മുഴുവൻ അറിയുന്ന ഒരാളാണ്. അല്ല, രവിയേട്ടൻ നമ്മുടെ മുമ്പിൽ വലിയൊരു എന്താ പറയാ, നമ്മുടെ ഒരു മെന്റർ പോലെയാണ്. സ്വയം നവീകരിക്കുകയും നമ്മൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു വ്യക്തിത്വം. ഒരു ആശംസ പറഞ്ഞു. എല്ലാവർക്കും ഓണാശംസ. എല്ലാവർക്കും ഓണാശംസകൾ. വളരെ സന്തോഷം. മാതൃഭൂമി പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും.